ഓണത്തെ കുറിച്ച് പറയുന്നത് ഓണം സമ്പൽ സമൃദ്ധിയുടെ ഉത്സവമാണ് എന്നാണ്. വിഷുവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് വിഷു അധ്വാനത്തിന്റെ ഒരു ഉത്സവമാണ്, പ്രതീകമാണ് എന്നാണ്. അതുപോലെ തന്നെയാണ് കാലഘടനയ്ക്കനുസരിച്ച് ആചാരങ്ങളും ആഘോഷങ്ങളും അനുഷ്ഠിക്കുന്ന നമ്മെ സംബന്ധിച്ച് നമുക്ക് ഈ തിരുവാതിര എന്ന് പറഞ്ഞാൽ അത് ശിശിരത്തിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു ഉത്സവമാണ്, ഒരു ആചാരമാണ്. അവിടെ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹത്തെ മുഴുവൻ, അത് കേരളം മാത്രമല്ല, ഭാരതം മാത്രമല്ല, ലോകരാജ്യങ്ങളില് സ്ത്രീക്ക് വളരെയേറെ പ്രത്യേകതയുണ്ട്. ആ സ്ത്രീ, നേരത്തെ സൂചിപ്പിച്ചു, സ്ത്രീ അസ്വാതന്ത്ര്യത്തിന്റെ ഉടമയായിരുന്നില്ല എന്ന് പറഞ്ഞു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവാതിരയുടെ ചടങ്ങുകൾ. നമ്മൾ നിരീക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സ്ത്രീക്ക് അകത്തുള്ള അവളുടെ മനസ്സിനകത്തുള്ള അവളുടെ വൈയക്തികമായിട്ടുള്ള സ്വത്വബോധത്തെയും ഈ സമൂഹവുമായി ചേർന്ന് നിന്നുകൊണ്ട് അവൾക്ക് ചെയ്തു തീർക്കാനുള്ള കടമകളെ കൂടി ഓർമ്മപ്പെടുത്തുന്ന സ്ത്രീയുടെ പൂർണ്ണമായ ഭാവത്തെ ഉൾക്കൊള്ളുന്ന ഒരു ആചാരമാണ്, ഒരു ചടങ്ങാണ്, ഒരു ആഘോഷമാണ് ഈ തിരുവാതിര എന്നുള്ളതാണ്. തിരുവാതിര തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആദ്യം വരുന്നത് പാർവതി ദേവിയാണ്. ഈ പാർവതി ദേവിയെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആവാഹിക്കുന്ന സമയത്ത് അവിടെ പാർവതി ദേവിയുടെ നിതാന്തമായിട്ടുള്ള തപസ്സും നിതാന്തമായിട്ടുള്ള ചര്യകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഒരു വലിയ ആഗ്രഹത്തിന് വേണ്ടി, അത് കേവലം ഒരു ഭൗതികമായിട്ടുള്ള ആഗ്രഹമായിരുന്നില്ല. ഈ സമൂഹത്തെ നിയന്ത്രിക്കുന്ന പ്രകൃതിയും പുരുഷനും, പ്രകൃതി അത് ശക്തിയാണ്. പ്രകൃതി ശക്തിയായി വർത്തിക്കുമ്പോ പുരുഷനും ശിവനും ശക്തിയും ഒരുമിച്ച് ചേരുമ്പോ അവിടെ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ആ സംയോഗം ഉണ്ടാകുന്ന സമയത്ത് നല്ല തലമുറകളെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ള ആ ഒരു സൂചന തന്നെയാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. നമ്മളോട് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ലോകരാജ്യങ്ങളുടെ മുന്നില് ഭാരതത്തിന്റെ വേദം, ആ ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഹനീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ നമ്മൾ എണ്ണിയെടുക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വേദം വളരെ മഹത്തരമായിട്ടുള്ള, നമ്മുടെ കുട്ടികളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ഭാരതീയൻ മുഴുവൻ ഹൃദയത്തിൽ ആവാഹിച്ചെടുക്കുന്ന ഗ്രന്ഥമാണ് വേദഗ്രന്ഥങ്ങൾ. അതോടൊപ്പം ഇതിഹാസങ്ങളും പുരാണങ്ങളും ഈ ഭാരതീയ സംസ്കാരത്തിന്റെ ഉറവിടമായി വർത്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളോടൊപ്പം. അങ്ങനെ വർത്തിക്കുന്ന വേദങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, വേദങ്ങൾ അപൗരുഷേയങ്ങളാൽ നിബിഡമാണ് എന്നാണ്. അതിന് അനാദിയായ നിതാന്തമായിട്ടുള്ള ശാശ്വതമായ സത്യം, ആ സത്യത്തിന്റെ ജ്ഞാനത്തെ നമ്മളിലേക്ക് പകർന്നു തരാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ വേദങ്ങളെല്ലാം രചിച്ചതിനു ശേഷം, വേദങ്ങളുടെ രചനയ്ക്ക് ശേഷം നമ്മുടെ പ്രഗൽഭനായിട്ടുള്ള നാരദ മഹർഷി, അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വേദത്തിന്റെ രചയിതാവായിട്ടുള്ള വേദവ്യാസനെ അദ്ദേഹത്തിനെ കാണുകയാണ്. അദ്ദേഹത്തെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖമണ്ഡലത്തില് ഒരു മ്ലാനതയുണ്ടാകും. അദ്ദേഹം അങ്ങനെ നന്നായി ചിരിക്കുന്നില്ല. അപ്പൊ നാരദ മഹർഷി ചോദിക്കുകയാണ്, എന്താണ് അങ്ങയുടെ മുഖത്ത് ഇത്ര തെളിമയില്ലാതിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം പറയുകയാണ്, വേദം അത് ആ വേദത്തിന്റെ രചന നിർവഹിച്ചു കഴിഞ്ഞു, പക്ഷെ എന്റെ മനസ്സിൽ എന്തോ ഒരു ചെറിയ ദുഃഖം, അല്ലെങ്കിൽ പൂർണ്ണമാകാത്തതുപോലെ. ആ സമയത്ത് നാരദ മഹർഷി പറയുകയാണ്, നമുക്ക് അങ്ങ് ഒരു കാര്യം ചെയ്യണം, ഒരു ഭാഗവതം ഉണ്ടാകണം. ആ ഭാഗവതം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിരവധിയായിട്ടുള്ള പുരാണങ്ങളില് ഏറ്റവും പ്രഗൽഭമായിട്ട് ഭാരതീയൻ കണക്കാക്കുന്ന, ലോകരാജ്യങ്ങളിൽ റിസർച്ച് ചെയ്യുന്ന ഭാഗവതം എന്ന് പറയുന്ന പുരാണ ഗ്രന്ഥം, അത് ഉണ്ടാകാൻ വേണ്ടി തന്റെ സന്യാസിയായിട്ടുള്ള, സന്യാസി ധാരി മാത്രമല്ല, വേഷവസ്ത്രധാരി മാത്രമല്ല, സന്യാസിയായിട്ടുള്ള മകൻ ശ്രീ ശുഗന് അദ്ദേഹം ഇത് പറഞ്ഞു കൊടുക്കുകയും പിന്നീട് ശ്രീ ശുഗമഹർഷിയുടെ മുഖമണ്ഡലത്തിൽ നിന്ന് അത് ഗണപതി കേൾക്കുകയും അദ്ദേഹത്തെ കണ്ടും കേട്ടും ഇരുന്നു കൊണ്ട് മഹാനായിട്ടുള്ള ഗണപതി ഭഗവാൻ, എല്ലാ വിഗ്രഹങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന ഗണപതി ഭഗവാൻ അത് എഴുതി തയ്യാറാക്കുകയും ചെയ്ത ആ ഭാഗവതം ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം ഇന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിഹാസവും അതുപോലെ തന്നെ പുരാണമെന്നും വ്യവഹരിക്കപ്പെടുന്ന വിപുലമായിട്ടുള്ള ഒരു സാഹിത്യത്തിന്റെ ഉടമകളാണ് ഈ ഭാരതീയരായിട്ടുള്ള നമ്മൾ. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് വന്ന നമ്മൾ എല്ലാവരും അങ്ങനെ നിലനിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്, അങ്ങനെയുള്ള മഹത്തരമായിട്ടുള്ള വേദത്തിന്റെ ആ വേദത്തെ വിരചിക്കാൻ സാധിച്ച,
അത് ലോകരാജ്യങ്ങളുടെ മുന്നിൽ, ഭാരതത്തിന്റെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചിട്ടുള്ള നിരവധിയായ ജ്ഞാനികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു വേദവ്യാസ മഹർഷിക്ക് ശേഷം. അങ്ങനെ ഉണ്ടായ ആളുകളിൽ നമ്മുടെ ദയാനന്ദ സരസ്വതി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഭാരതത്തിന് അഗ്രഗണ്യരായിരുന്നു. അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഭട്ടഭാസ്കരൻ ഉൾപ്പെടെയുള്ള ശ്രീ ഭട്ടഭാസ്കരൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് ഈ വേദത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി വേദത്തിന് വ്യാഖ്യാനം രചിച്ചിട്ടുള്ളത്. അങ്ങനെ വേദത്തിന്റെ വ്യാഖ്യാനം രചിച്ച നിരവധി ആളുകൾക്കിടയിൽ ലോകരാജ്യങ്ങൾ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭാരതത്തിന് പിന്നീട് വന്ന കാലഘട്ടത്തിന് അസ്വാതന്ത്ര്യമുണ്ടായി. ഭാരതത്തെ അടിച്ചമർത്തി ബ്രിട്ടീഷുകാരൻ ഭരിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാരൻ ഭാരതത്തെ അടിച്ചമർത്തി ഭരിക്കുന്ന സമയത്ത് ആ ബ്രിട്ടീഷുകാരന് ഒരു മോഹമുണ്ടായി. എന്താ മോഹം എന്നറിയുമോ? നിരവധി പതിറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ഈ ഭാരതത്തിന്റെ ജനത, ഭാരതത്തിൽ ജനിക്കാൻ പോകുന്ന കുട്ടികൾ, ആ കുട്ടികൾ അവരുടെ ശരീരം അങ്ങനെ കറുത്ത് ഒരു ഇരുണ്ട നിറത്തിൽ ഇരുന്നാലും, വെളുത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിലും ബ്രിട്ടീഷുകാരെ പോലെയല്ല നമ്മുടെ തൊലിയുടെ നിറം, അങ്ങനെ നമ്മളൊക്കെ ഇരുന്നാലും ഭാവിയിൽ അവർ അകമേ ബ്രിട്ടീഷുകാരായിരിക്കണം, വിദേശ സംസ്കാരമുള്ളവരായിരിക്കണം എന്ന് ആഗ്രഹിച്ച ബ്രിട്ടീഷ് സാഹിബിന് ഒരു മോഹം തോന്നി. നമ്മുടെ ഈ അതിപുരാതനമായിട്ടുള്ള വേദഗ്രന്ഥത്തിന് ഒരു ഭാഷ്യം ഉണ്ടാക്കണം, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം സാഹിബ് തീരുമാനിച്ചു. അങ്ങനെ സാഹിബ് തീരുമാനിച്ചപ്പോ നിരവധി ലോകരാജ്യങ്ങളിലെ ജർമ്മനിയിലും അതുപോലെ തന്നെ ബ്രിട്ടനിലും അമേരിക്കയിലും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളില് നല്ല പണ്ഡിതന്മാരായിട്ടുള്ള സംസ്കൃത പണ്ഡിതന്മാരുണ്ടായിരുന്നു. പക്ഷേ ഭാരതത്തിന്റെ ഗതികേടെന്ന് പറയട്ടെ, ഈ ബ്രിട്ടീഷുകാരന് മോഹം ഉദിച്ചപ്പോ അദ്ദേഹം ഒരു കരാർ ഉറപ്പിച്ചു. ആരുമായിട്ടാണെന്ന് അറിയുമോ? 24 വയസ്സുള്ള ഈ വേദത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് ജർമ്മനിയിൽ നിന്നുള്ള ഒരു ഇംഗ്ലീഷുകാരനെ ആയിരുന്നില്ല, ജർമ്മനിയിൽ നിന്നുള്ള മാക്സ് മുള്ളറയായിരുന്നു. ഇന്ന് സംസ്കൃത സർവകലാശാലയിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകള് വേദത്തിന് അവസാനമാക്കായിട്ട് വേദഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷിൽ എഴുതി വെച്ച വേദഗ്രന്ഥം പരിശോധിക്കാൻ നിർബന്ധിതരാകുന്നു. അങ്ങനെ അവർ പരീക്ഷ എഴുതാൻ നിർബന്ധിതരാകുന്നു. നമ്മുടെ കാലടി സംസ്കൃത സർവകലാശാല ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾക്കകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരെ ജർമ്മൻകാരനായ 24 വയസ്സ് മാത്രമുള്ള സംസ്കൃതം അല്പജ്ഞാനിയായ, സംസ്കൃതത്തെ പൂർണ്ണമായി പഠിച്ച ആളല്ല മാക്സ് മുള്ളർ, 24 വയസ്സുള്ള മാക്സ് മുള്ളറെ ബ്രിട്ടീഷുകാരെ സെലക്ട് ചെയ്തു. അവിടെ നിരവധിയായിട്ടുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള 65-70 വയസ്സുള്ള സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള വിദേശികൾ ഉണ്ടായിട്ടും അതിൽ നിന്ന് ഒരാളെ പോലും സെലക്ട് ചെയ്യാതെ 24 വയസ്സുകാരനെ സെലക്ട് ചെയ്തു. അദ്ദേഹത്തെ കുറിച്ച് മഹാനായ ശ്രീ ദയാനന്ദ സരസ്വതി പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയുമോ? അദ്ദേഹം ഈ വേദത്തെ റിസർച്ച് ചെയ്യാനും വ്യാഖ്യാനം ചെയ്യാനും കഴിവുള്ള ആളായിരുന്നു ശ്രീ ദയാനന്ദ സരസ്വതി. ശ്രീ ദയാനന്ദ സരസ്വതിയുടെ സമകാലീനനായിരുന്നു മാക്സ് മുള്ളർ. മാക്സ് മുള്ളറെ കുറിച്ച് ശ്രീ ദയാനന്ദ സരസ്വതി പറഞ്ഞത്, ഞാൻ കരുതുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഏതാനും ചില ശ്ലോകങ്ങൾ മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന മിസ്റ്റർ മാക്സ് മുള്ളർ. ആ മാക്സ് മുള്ളർ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് എഴുതിയ കത്തുകൾ നിങ്ങളൊന്ന് പരിശോധിക്കണമെന്ന് ശ്രീ ദയാനന്ദ സരസ്വതി നമ്മോട് പറഞ്ഞു. ആ കത്തുകളിൽ മാക്സ് മുള്ളർ എഴുതി, എന്താണ് എഴുതിയെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട അമ്മ, എനിക്ക് ഇതിനേക്കാൾ നല്ലൊരു ജോലി കിട്ടാനുണ്ടോ? ഞാനിപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആവശ്യപ്രകാരം വേദത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. ഈ മാക്സ് മുള്ളറുടെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ, സംസ്കൃതം കുറച്ചു പഠിച്ചു, പിന്നീട് പഠിക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഭാഷകൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു, ഒന്നും അവസാനിപ്പിക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു മാക്സ് മുള്ളർ. ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് മാക്സ് മുള്ളറെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരൻ അദ്ദേഹവുമായിട്ട് കരാർ ഒപ്പുവെച്ചു. 300 പൗണ്ട് പണം കിട്ടും, 300 പൗണ്ട് പണം ഞങ്ങൾ തരും, അത് കൂലിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം അതായിരുന്നില്ല. കൃഷ്ണനെയും കുചേലനെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് അവരുടെ ഗുരുവര്യന്മാര്, ഗുരു അദ്ദേഹം അവരെ രണ്ടുപേരെയും ഒരുപോലെ കണ്ട്, 2 കണ്ണുപോലെ കണ്ടിട്ടാണ് ആ ശിഷ്യന്മാർക്ക് അദ്ദേഹത്തിന്റെ ജ്ഞാനം മുഴുവൻ പകർന്നു കൊടുത്തത്. അങ്ങനെ പകർന്നു കൊടുത്ത കാലഘട്ടത്തില്, ഗുരുവോടൊപ്പം വർത്തിക്കേണ്ട കാലഘട്ടത്തില്, ഗുരുവിന്റെ ഭാര്യയെ സ്വന്തം അമ്മയായി കരുതിക്കൊണ്ട് മക്കളായി അവിടെ ജീവിക്കുന്ന സമയത്താണ് കാട്ടിലേക്ക് അവര് ഒരൽപ്പം വിറകൊടിക്കാൻ പോകുന്നതും അതുപോലെ തന്നെ ഗുരുവിന്റെയും ഗുരുപത്നി ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നതും ഒരു അവിൽപ്പൊതി കയ്യിൽ കൊടുക്കുന്നതും. കൊച്ചുകുട്ടികളല്ലേ ഇവിടെ ഇല്ലല്ലോ നമ്മുടെ കൊച്ചുകുട്ടികൾ ഈ വേദിയില്, അതുപോലെ കൊച്ചുകുട്ടികളായിരുന്നു കൃഷ്ണനും അതുപോലെ തന്നെ ഈ സുദാമാവും. അവർ രണ്ടുപേരും കൂടി പോയി, അവര് കൊടുത്തത് 2 ആൾക്കും പങ്കുവെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ ചെന്നപ്പോ കൃഷ്ണൻ താഴെ ഇരുന്നു, മറ്റാള് മുകളിലിരുന്നു. വിശന്നപ്പോ കുറേശ്ശെ അവരെടുത്ത് ഒറ്റയ്ക്ക് കഴിച്ചു. സുദാമാവ് ഒറ്റയ്ക്ക് കഴിച്ചു. ഒറ്റയ്ക്ക് കഴിച്ചപ്പോ കടിക്കുന്ന ശബ്ദം കേട്ടു. കൃഷ്ണൻ ജ്ഞാനിയാണല്ലോ, കൃഷ്ണൻ ഈശ്വരനാണ്, മഹാവിഷ്ണു അല്ലേ. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, എന്താ ഒരു ശബ്ദം കേൾക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അറിയില്ല, അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല. അത് കുറേശ്ശെ
കഴിക്കുകയായിരുന്നു. അങ്ങനെ സത്യം വദ ധർമ്മം ചര എന്ന് പഠിപ്പിച്ച ആ വിദ്യാർത്ഥികള് ഗുരുമുഖത്ത് നിന്ന് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വാഗ്ദോടനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പഠിച്ച നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ ഈ ഭാരതത്തിന്റെ അത്രയും ആത്മജ്ഞാനികളായിട്ടുള്ള ആ കുട്ടികൾ, അതിൽ ഒരാള് കൃഷ്ണനായി, പിന്നീട് കാലഗണനയുടെ അല്ലെങ്കിൽ നിയതിയുടെ നിയോഗം പോലെ സുദാമാവിനെ നമ്മൾ കാണുന്നത് കുചേരനായിട്ടാണ് നമ്മൾ അറിയുന്നത്, ദാരിദ്ര്യത്തിന് ഉടമയായിട്ട് അറിയുകയാണ്. ഒരുപക്ഷെ വേണമെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ കണക്കാക്കാം, അന്ന് ഗുരുവിന്റെ വാക്കിനെ തിരസ്കരിച്ചുകൊണ്ട് ഒരല്പം കൊച്ചു കളവ് ചെയ്തത് കൊണ്ടാണോ സുദാമാവ് പിന്നീട് കുചേരനായിട്ട് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് എന്നും നമുക്ക് വേണമെങ്കിൽ ഒരു ആത്മപരിശോധന, പുനഃപരിശോധന, ചരിത്രത്തിന്റെ അല്ലെങ്കിൽ പുരാണത്തിന്റെ ഒരു പുനഃപരിശോധന നമുക്ക് നടത്തി നോക്കാൻ സാധിക്കും. അവിടെ വേണമെങ്കിൽ അങ്ങനെ കരുതാം, പിന്നീട് ആ കണ്ണനെ കാണാൻ, കൃഷ്ണനെ കാണാൻ വേണ്ടി അവിൽപുതിയുമായി പോകുന്ന സുദാമാവിനെ കുചേരനെ കെട്ടിപ്പിടിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമ്പോ അങ്ങനെ തന്റെ വീട്, അദ്ദേഹം നടന്നു വന്നിട്ടുള്ള ദാരിദ്ര്യം ഉള്ള ആ കൊച്ചു വീട് കൊട്ടാരമായി മാറുന്നതും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാം. അവിടെയെല്ലാം നമ്മെ പൂർവികർ പഠിപ്പിച്ച ഒരു തത്വം ഉണ്ടായിരുന്നു. എന്താണ് ആ തത്വം? സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, കള്ളവും ചതിയും വഞ്ചനയും ഇല്ലാത്ത ഒരു കാലത്തിന്റെ ഗണനയാണ് പുരാണങ്ങളിലൂടെ, വേദങ്ങളിലൂടെ, ഉപനിഷത്തുക്കളിലൂടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഭാഗവത പുരാണത്തിലൂടെയും അതുപോലെ തന്നെ മാർക്കണ്ഡേയ പുരാണം ഉൾപ്പെടെയുള്ള പുരാണങ്ങളിലൂടെയും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുത്തു. എന്താ കഥ? അല്ലെങ്കിൽ എന്താണ് ചരിത്ര സംഭവം? അത് ഒരു രാജാവുണ്ടായിരുന്നു, മുത്തശ്ശി നമുക്ക് പറഞ്ഞു തരും, അല്ലെങ്കിൽ മുത്തശ്ശി നമുക്ക് പറഞ്ഞു തരും, അമ്മ പറഞ്ഞു തരും. എന്താ പറയാ? രാത്രി കുട്ടിക്ക് ഉറക്കം വരുമ്പോ ഒരു കഥ പറയൂ അമ്മയെന്ന് ചോദിച്ചാ അമ്മ കഥ അറിയുന്ന ആളാണെങ്കിൽ അമ്മ പറയും, ഒരു ശിബി ചക്രവർത്തി ഉണ്ടായിരുന്നു, ആ ശിബി ചക്രവർത്തിയുടെ പ്രത്യേകത എന്താ? കുട്ടി ചോദിക്കും. അപ്പൊ അമ്മ പറയും, മോനെ, ആ ശിബി ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്റെ ശരീരത്തിലെ മാംസം മുറിച്ചെടുത്ത് കൊടുത്ത മഹാനായ ചക്രവർത്തിയാണ് ശിബി ചക്രവർത്തി എന്ന് പറയും. എന്തിനാണ് ആ കഥ പറയുന്നത്? ആ കഥ പറയുന്നത് മറ്റൊരുത്തന്റെ ജീവനെ സംരക്ഷിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളിലേക്ക് ഈ ത്യാഗത്തിന്റെ ചരിത്രം സന്നിവേശിപ്പിക്കാൻ വേണ്ടിയാണ് ശിബി ചക്രവർത്തിയെ കുറിച്ച് ആ കുട്ടിയോട് പറയുന്നത്. ഇങ്ങനെ നിരവധിയായ കഥകളും ചരിത്രവും പുരാണവും എല്ലാം പഠിപ്പിക്കുന്ന ഭാരതത്തിന്റെ അദ്വിതീയമായ ജ്ഞാനമണ്ഡലത്തെ ഇല്ലായ്മ ചെയ്യാനാണ് 24-കാരനായിട്ടുള്ള മാക്സ് മുള്ളർ നിരവധി പൗണ്ടുകൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് നമ്മുടെ വേദഗ്രന്ഥത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു എന്നറിയുമോ? അമ്മയ്ക്ക് എഴുതിയ കത്തിന് പറഞ്ഞു, ഞാൻ ഇത്രയും നല്ലൊരു ജോലി അമ്മയുടെ മകന് വേറെ കിട്ടുമോ? എനിക്ക് 50 ഷീറ്റ് പേപ്പർ തയ്യാറാക്കണം. 50 ഷീറ്റ് പേപ്പർ ഞാൻ എപ്പോൾ തയ്യാറാക്കുന്നുവോ, അത് ഞാൻ എപ്പോൾ ബ്രിട്ടീഷുകാരനെ കൈമാറുന്നുവോ, ആ സമയത്ത് എനിക്ക് ഈ 300 പൗണ്ടിൽ നിന്ന് ഒരു ഭാഗം വരുന്ന സംഖ്യ കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പൊ 300 പൗണ്ടിനെ ഷീറ്റ് പേപ്പറാക്കി മാറ്റി തന്റെ എഴുത്തിലൂടെ ഒരു ജോലിയായി നിർവഹിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത മാക്സ് മുള്ളറെയാണ് നമ്മുടെ ഭാരതീയന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ഇന്നും അംഗീകരിക്കുന്നത് എന്നുള്ള ഗതികേടിലൂടെയാണ് ഈ ഭാരതം മുന്നോട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് തിരുവാതിരയുടെ നാളിനെ കുറിച്ച് സ്മരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആചാരങ്ങൾക്കും എല്ലാ ആഘോഷങ്ങൾക്കും നമുക്ക് സത്യസന്ധമായിട്ടുള്ള സ്നേഹത്തിന്റെ, ആദരത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നിരവധിയായ ദർശനമുണ്ട്. തിരുവാതിരയിൽ പറയുന്നത് ഇപ്പൊ എന്താ കാണുന്നത്? നേരത്തെ സൂചിപ്പിച്ചില്ലേ, അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം വ്യത്യാസപ്പെടുന്നു എന്ന് പറയുമ്പോ തന്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്ന അച്ഛന്മാരൊക്കെ വേദനിക്കുകയാണ്. ഒരു കാപട്യമുള്ള അച്ഛന്റെ പേരില്, ഒരു ക്രിമിനലായ അച്ഛന്റെ പേരില് തന്റെ മകളെ നെഞ്ചത്ത് കിടത്തി വളർത്തി വലുതാക്കിയിട്ടുള്ള, തന്റെ ജീവനാടിയായി മകളെ സംരക്ഷിക്കുന്ന അച്ഛന്മാര്, പിതാക്കന്മാര് ഇത്തരത്തിലുള്ള ക്രൂരന്മാരുടെ പേരില് അവരുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ട ഒരു നാടായി നമ്മുടെ ഭാരതം മാറുന്നു, കേരളം മാറുന്നു. അതിനെക്കുറിച്ച് നമ്മൾ പരിശോധന നടത്തുന്ന സമയത്താണ് അച്ഛനും മക്കളും അമ്മയും തമ്മിലുള്ള ആ ബന്ധത്തെ കുറിച്ച് നിരവധിയായ ചരിത്രവും നിരവധിയായ പുരാണ കഥകളും നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഇന്ന് പാർവതീദേവിയും ശിവദേവനും ഒരുമിച്ചുള്ള പരമശിവനും തമ്മിലുള്ള സംയോഗത്തിന്റെ നാളാണ്
ഈ തിരുവാതിര എന്നാണ് പറയുന്നത്. പാർവതി ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ മുഖം അത് ഒരു സ്ത്രീ എന്നുള്ള സ്വത്വബോധത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്റെ ഭർത്താവിനെ തന്നിലേക്ക് ചേർക്കുന്ന ആ നിമിഷത്തിനെയാണ് തിരുവാതിര എന്ന് നമ്മളെല്ലാവരും ആ ചടങ്ങ് നമ്മൾ പറയുകയാണ്. അവിടെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ പുഴുക്കുണ്ടാക്കും. കേരളത്തിലുള്ള ആളുകൾ പുഴുക്കുണ്ടാക്കും. അതിൽ ചേനയുണ്ടാകും, കാച്ചിലുണ്ടാകും, കൂർക്കയുണ്ടാകും, അതുപോലെയുള്ള പലതരത്തിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് കുറച്ച് തുവരപ്പരിപ്പും ഒക്കെ വേവിച്ചിട്ട് നല്ല പുഴുക്കുണ്ടാക്കും. ആ പുഴുക്കുണ്ടാക്കി നമ്മൾ കഴിക്കും. എന്തിനാണ് അങ്ങനെ കഴിക്കുന്നത്? പ്രകൃതിയെ സംരക്ഷിക്കണമെന്നുള്ള പാഠമാണ് അതിന്. പ്രകൃതിയിൽ നല്ല കാച്ചിലുണ്ടാകണം, നല്ല ചേമ്പുണ്ടാകണം, കൂർക്കയുണ്ടാകണം. ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ ആവശ്യമായ നദികൾ ഉണ്ടാകണം. നദികളിലൂടെ വരുന്ന ശുദ്ധമായിട്ടുള്ള വെള്ളം ഉണ്ടാകണം. പൊല്യൂഷൻ ഉണ്ടാകരുത്. അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ബന്ധമുണ്ട് ആ പുഴുക്കുണ്ടാക്കുന്ന ഒരൊറ്റ കാര്യത്തിൽ മാത്രം. പിന്നെയോ വ്രതശുദ്ധിയോടുകൂടി സ്ത്രീ എണീറ്റ് ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ, ആ മുഹൂർത്തത്തിന് മുൻപ് തന്നെ വേണമെങ്കിൽ സ്ത്രീകൾ കുളിക്കാൻ പോകുന്നു. വെറും കുളിയല്ല, തുടിച്ചു കുളിക്കുകയാണ്. അവിടെ എല്ലാ ദുഃഖങ്ങളും മറന്നുകൊണ്ട്, എല്ലാ വേദനകളും മറന്നുകൊണ്ട് സ്ത്രീകൾ മാത്രമായിട്ട് സംഗമിക്കുമ്പോ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മുടെ കൊച്ചു കേരളത്തില് സ്ത്രീ പീഡനം വർദ്ധിച്ചപ്പോ സംസ്ഥാന ഗവൺമെന്റ് ടാക്സി ഓടിക്കാൻ നിർബന്ധിതമായതുപോലെ അല്ല ഈ കാര്യങ്ങൾ. ഇത് എല്ലാ സ്വാതന്ത്ര്യവും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തില് സ്ത്രീയും പുരുഷനും അർദ്ധനാരീശ്വര സങ്കല്പത്തോടു കൂടി വർദ്ധിക്കണമെന്നും ഭാര്യ ഉടമയുമല്ല അടിമയുമല്ല, ഭർത്താവ് ഉടമയല്ല പക്ഷെ ഭർത്താവ് തന്റെ പാതിയാണ് എന്നുള്ള ആ സങ്കല്പം അത് ലോകരാജ്യങ്ങളുടെ മുന്നിൽ കൊടുക്കാൻ സാധിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രഗത്ഭമതികളുടെ നാട്ടിൽ നിന്നാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. ആ ഭാരതത്തിന്റെ അമ്മയുടെ മക്കളാണ് കൊച്ചു കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആ കേരളത്തിൽ പോലും ഇന്ന് വേണ്ട രീതിയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കാതെ നമ്മുടെ കൃഷിഭൂമികൾ തകർന്നു പോയിരിക്കുന്നു. അല്പമുള്ള തേങ്ങയിലെ മണ്ടലിക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്ന് പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത കാർഷിക ഗവേഷണ വകുപ്പിന്റെ കീഴിൽ ആ തേങ്ങ തന്നെ പൊളിച്ചെടുത്ത് പുട്ടുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു ഗതികേടിലാണ് കേരളത്തിലെ ജനത. മാത്രവുമല്ല, ആ കേരളം നിന്നുന്ന കേരള നാട്ടിലേക്ക് സമ്പത്തിന്റെ ഉറവിടം നാളികേര കർഷകരിലേക്ക് വരാതെ നാളികേര കർഷകന്മാര് എന്റെ മകനെ ഞാൻ എങ്ങനെ ഡോക്ടറാക്കും, എഞ്ചിനീയറാക്കും, അറ്റ്ലീസ്റ്റ് ഒരു അധ്യാപകനാക്കും എന്ന് ചിന്തിച്ച് നീറി കഴിയുമ്പോ തമിഴ്നാട്ടിലെ ഒരു മുഖ്യമന്ത്രി ജാതി നോക്കാതെ, മതം നോക്കാതെ, കക്ഷി രാഷ്ട്രീയം നോക്കാതെ അവരവിടെ ചെയ്യുന്നത് അവിടുത്തെ കേരള കർഷകരെ എങ്ങനെ സമ്പത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും, അതിനുവേണ്ടി എങ്ങനെ നാളികേരത്തിൽ നിന്ന് മിഠായി ഉണ്ടാക്കാൻ സാധിക്കും, നാളികേരത്തിന്റെ വൈവിധ്യവൽക്കരണം നടത്തിക്കൊണ്ട് ലോകരാജ്യങ്ങളിലേക്ക് വിപണി കണ്ടെത്താൻ വേണ്ടി മത്സരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇന്നും ആ തെങ്ങിന്റെ മുകളിലെ മണ്ടരിയും തേങ്ങയും നിലനിൽക്കുന്ന ഒരു നാട്ടിൽ നിന്ന് നമ്മൾ വന്നാലും ശരി, ആ നാടിനൊരു പ്രത്യേകതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ നാട്ടിൽ നമ്മുടെ സ്ത്രീകളുടെ സ്വത്വബോധം ഉണർത്തിക്കൊണ്ട് നമ്മൾ തുടിച്ചു കുളിക്കാറുണ്ട്, നമ്മൾ ഉന്മാദാവസ്ഥയിലെത്താറുണ്ട്, നമ്മൾ ആനന്ദ നിർവൃതിയിലെത്താറുണ്ട്. അങ്ങനെ എത്തുന്ന ഓരോ അമ്മയും തിരുവാതിര ദിവസത്തിന്റെ വ്രത ദിവസങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് വരെ ആ ഭർത്താവിന് ഇഷ്ടമുള്ളത്, മക്കൾക്ക് ഇഷ്ടമുള്ളത് അത് വെച്ചു കൊടുത്തതിന് ശേഷം അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു കറി. അതാണ് സ്ത്രീയുടെ പ്രത്യേകത. കേരളത്തിലാണെങ്കിലും ഭാരതത്തിലാണെങ്കിലും നമുക്കത് റിസർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. കുടുംബ വ്യവസ്ഥിതിയെ ഏറ്റവും വലിയ ഒരു കാര്യമായി കാണുന്ന നമ്മുടെ കേരളത്തിലെ അമ്മമാര്, സഹോദരിമാര്, അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവര് ജീവിക്കുകയാണ്. ഒരു മെഴുകുതിരി പോലെ ഉരുകി ഉരുകി അവര് വെളിച്ചം കൊടുത്തുകൊണ്ടാണ് അവസാനിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു നിലവിളക്കിലേക്ക് എണ്ണ പകർന്നൊഴിച്ചുകൊണ്ട് ആ നിലവിളക്ക് കത്തുമ്പോ ചുറ്റും പ്രകാശമാനമാകുന്നത് പോലെയാണ് നമ്മുടെ അമ്മമാര്. അവർ ഭർത്താവിനെ സംരക്ഷിക്കുന്നു, മക്കളെ സംരക്ഷിക്കുന്നു. ഒരു പ്രഗത്ഭവതിയായിട്ടുള്ള അമ്മയുള്ളത് കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ഒരു ദിവസം ക്ലാസ്സിൽ പോയി തിരിച്ചു വരുമ്പോ കൂട്ടുകാരൊക്കെ സ്വാമി വിവേകാനന്ദനെ കളിയാക്കുന്നു, നരേന്ദ്രനെ കളിയാക്കുന്നു. അമ്മ ചോദിച്ചു, എന്തിനാണ് കളിയാക്കുന്നത്? അപ്പൊ നരേന്ദ്രന്റെ കൂട്ടുകാർ പറഞ്ഞു, അമ്മയ്ക്കറിയോ, അമ്മയുടെ മകൻ കുതിരവണ്ടിക്കാരനാകണം എന്നാണ് പറഞ്ഞത്. ഒരു കുതിരവണ്ടിക്കാരനെന്ന് ആഗ്രഹിച്ച അമ്മയുടെ മകനെ കുറിച്ചാണ്, നരേന്ദ്രനെ കുറിച്ചാണ് കൂട്ടുകാരെ കളിയാക്കിയത്. അപ്പോ ആ അമ്മ പറഞ്ഞു, രാവിലെ തന്നെ പൂജാമുറിയിലേക്ക് മകനെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, മോനെ നരേന്ദ്ര, നീ ഒരു കുതിരവണ്ടിക്കാരനാകുന്നതിൽ അമ്മയ്ക്ക് എതിരഭിപ്രായമൊന്നുമില്ല.
പക്ഷേ നീ നോക്ക്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായ ഉത്സവ മമക പാണ്ഡവാശ്ചൈവ കിമ കുർവത സഞ്ജയ ദൃഷ്ട്വാദു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തത ആചാര്യമുപസംഗമ്യ രാജാവചനമബ്രവീത് എന്ന് തുടങ്ങുന്ന ആ ശ്ലോകങ്ങൾ പഠിച്ചിട്ടുള്ള ബാലഗോകുലത്തിലെ കുട്ടികൾക്കറിയാം. കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോ ആ യുദ്ധഭൂമിയില് കാവി പതാകയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് ഈ ലോകത്തെ സംരക്ഷിക്കാൻ വേണ്ടി, സ്ത്രീത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി, പാഞ്ചാലിയുടെ പ്രതിജ്ഞയെ അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന മഹാനായ കൃഷ്ണൻ തേർത്തട്ടിൽ നിന്നുകൊണ്ട് തേര് തെളിയിക്കുന്ന ആ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് അമ്മ പറഞ്ഞു, മോനെ കണ്ണ നരേന്ദ്ര, നീ കുതിരവണ്ടിക്കാരനാകുകയാണെങ്കിൽ ഈ നിൽക്കുന്ന കൃഷ്ണനെ പോലെയാകണം, കൃഷ്ണനെ പോലെയുള്ള കുതിരവണ്ടിക്കാരനാകണം എന്ന് പറഞ്ഞു. അത് അമ്മ ആ കുട്ടിയുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കണ്ടു, അങ്ങനെയുള്ള സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ഒരു നല്ല കുതിരവണ്ടിക്കാരനായി. നമ്മൾ കണ്ടു, ഭാരതത്തിൽ നിന്ന് ചിക്കാഗോയിലേക്ക് പോയ സ്വാമിജി ചിക്കാഗോയിൽ ചെന്ന് ഈ ഭാരതത്തെ കളിയാക്കിയിട്ടുള്ള ആളുകളുടെ മുന്നിൽ ഭാരതത്തിന്റെ ധർമ്മത്തെക്കുറിച്ച്, മൂല്യത്തെക്കുറിച്ച്, ഭാരതത്തിന്റെ പൈതൃകത്തെക്കുറിച്ച് ഉച്ചസ്ഥലം അവിടെ പ്രഖ്യാപനം നടത്തിയപ്പോ, പ്രസംഗം നടത്തിയപ്പോ ആ പ്രസംഗത്തിലൂടെ ആളുകളെ തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഈ ഭാരതാംബയെ കാണാൻ വേണ്ടി സ്വാമി വിവേകാനന്ദന്റെ കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് ഭഗിനി നിവേദിതയായിരുന്നു എന്നുള്ളതാണ്. അവര് ഒരു പാതിരിയുടെ മകളായിരുന്നു, ഒരു പള്ളി വികാരിയുടെ മകളായിരുന്ന മാർഗരറ്റ് നോബിൾ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ കണ്ട് കേട്ട് മനസ്സിലാക്കി അവർ ഈ ഭാരതത്തെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുമ്പോ ശ്രീരാമചന്ദ്രദേവൻ പറഞ്ഞതുപോലെ പല അവസരങ്ങളിലും ശ്രീരാമചന്ദ്രദേവൻ ജീവിതത്തിന്റെ സാരഗ്രന്ഥിയായ അവസ്ഥാവിശേഷങ്ങളെ രാമായണത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നത് പോലെയാണ് സ്വാമിജി പറഞ്ഞത്. ഇത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭഗിനി നിവേദിതയോട് പറഞ്ഞു, ഈ ഭാരതത്തിൽ വന്ന് താമസിക്കുകയും ഇവിടെ ജീവിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വിദേശ സംസ്കാരത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അതെല്ലാം സഹിക്കുമോ എന്ന് ചോദിച്ച സമയത്ത് അവര് പറഞ്ഞു, ഞാൻ എന്റെ അമ്മയെ പോലെ കാണാനാണ് വരുന്നത്, ഞാൻ എന്റെ അമ്മയെ പോലെ കാണുമ്പോൾ ഞാൻ ഭാരതത്തിലെ സഹോദരിയായി, സ്ത്രീയായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ ഭഗിനി നിവേദിതയെ നമുക്ക് സ്വാമിജിയോടൊപ്പം കാണാൻ സാധിച്ചു. ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെയുള്ള മഹത്തുക്കളുടെ എല്ലാം പ്രവർത്തനം കൊണ്ട്, ആശീർവാദം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ഒരു പുണ്യം നേടിയിട്ടുള്ള ഒരു നാടിന്റെ മക്കളാണ് നമ്മൾ. ലോകരാജ്യങ്ങളുടെ മുന്നിൽ എണീറ്റ് നിന്നുകൊണ്ട് ഇന്ന് മാതാ അമൃതാനന്ദമയി ദേവി അമ്മ പറയുന്നത്, അമ്മ ലോകത്തെ ഗുരുക്കന്മാരുടെ മുന്നിൽ നെറുകയിൽ നിൽക്കുകയാണ്. ഒരു മുക്കുവ സമൂഹത്തിൽ നിന്ന് ജനിച്ചു വളർന്ന് പഠിക്കാൻ പോലും ഭാഗ്യം സിദ്ധിക്കാതെ പോയ ആ അവസ്ഥയിൽ നിന്ന് പോയിട്ടുള്ള ഒരു സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീയാണ് ഇന്ന് ലോകരാജ്യങ്ങളുടെ മതമേൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. ഈ ഭാരതം അങ്ങനെയാണ്. അത് തന്നെയാണ് കേരളവും. ചട്ടമ്പി സ്വാമികളുടെ, അയ്യങ്കാളിയുടെ, ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള അദ്വിതീയന്മാരുടെ പാദസ്പർശം കൊണ്ട് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തില് വിപ്ലവത്തിലൂടെ, നവോത്ഥാനത്തിലൂടെ ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പോരാട്ടം കൊണ്ട് നേടിയെടുത്ത ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന കൊച്ചു നാണു ഈ ഭാരതത്തിന്റെ മുന്നിൽ വിരാജിച്ചു നിൽക്കുകയാണ്, ഉയർന്നു നിൽക്കുകയാണ്. അദ്ദേഹത്തെ ലോകരാജ്യങ്ങൾ ആ ദർശനം കാണാൻ, അതെന്താണ് എന്ന് പഠിക്കാൻ വേണ്ടി ഒരു സർവമത സമ്മേളനം ലോകരാജ്യങ്ങളിൽ വിളിച്ചുകൂട്ടിയത് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ഒരു പുനഃപരിശോധന നടത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്ന ഈ സമയത്ത് കുട്ടികളെല്ലാം തന്നെ തിരുവാതിര കളിക്കാൻ വേണ്ടി വളരെ ചിന്തിച്ച് ചേച്ചി എപ്പോഴാണ് പ്രസംഗം നിർത്തുക എന്ന് മനസ്സിലാലോചിച്ചിരിക്കുന്ന ഒരു സമയം. അമ്മമാരിൽ പലരും നാളെ ജോലിക്ക് പോകണമല്ലോ എന്ന് ആലോചിച്ചിരുന്നു കൊണ്ട് എന്റെ ഏതാനും വാക്കുകൾ കേൾക്കുന്ന ഈ സമയത്താണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടി തിരുവാതിര ആചരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടി തിരുവാതിര ആചരിക്കുന്നവരും ഭർത്താവിന്റെ യശസ്സിന് വേണ്ടി തിരുവാതിര ആചരിക്കുന്നവരും ഒക്കെ നമ്മൾക്കിടയിലുണ്ട്. അങ്ങനെ ഈ സുമംഗലിയാകാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോ ഏതെങ്കിലും ഒരുത്തരെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? കല്യാണം കഴിച്ച് അമ്മയും അച്ഛനും കഷ്ടപ്പെട്ട് കുറെ പൊന്നൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതൊക്കെ കൊണ്ടുപോയി പിറ്റേ ദിവസം മുതൽ അത് വിറ്റ് കല്ല് കുടിച്ച് തുളച്ച് അങ്ങനെ ജീവിതം നശിപ്പിക്കുന്ന ഒരാൾ കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. നേരെ മറിച്ച് അച്ഛന്റെയും അമ്മയുടെയും മോഹമനുസരിച്ച് മകൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവളെ എഞ്ചിനീയർ ആക്കി, അവളെ ഡോക്ടറാക്കി, അവളെ നല്ല വിദ്യാസമ്പന്നയായി നല്ല ജോലിയിൽ നിയുക്തയാക്കിയതിനു ശേഷം കല്യാണം കഴിച്ചു കൊടുത്താൽ നല്ല ഭർത്താവിനെ കിട്ടണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നല്ല ഭർത്താവിനെ കിട്ടിയാലും
നമ്മുടെ രാജ്യത്തിന്റെ ഒരു വ്യവസ്ഥിതി പ്രകാരം രാവിലെ ചായ വെക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒക്കെ ഭാര്യമാര് തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. ഭാര്യമാര് ചെയ്യുമ്പോ ചിലപ്പോ എന്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകള് ഇങ്ങനെ കൈ കെട്ടി അടുത്ത് വന്ന് നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് പറയും, അത് കുറച്ചും കൂടി ആവായിരുന്നു, അതല്ലെങ്കിൽ അതെടുത്ത് അങ്ങോട്ട് വെക്കണം, അതിലൊരല്പം തേങ്ങയിടണം എന്നൊക്കെ പറയുന്ന സാഹചര്യം തന്നെയാണ് ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതാഗ്രഹിച്ചില്ലെങ്കിൽ പോലും പെൺകുട്ടികളെ വിവാഹം കഴിച്ച് കിട്ടുന്ന ഭർത്താവ് പിറ്റേ ദിവസം മുതൽ അവൻ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നും അവൻ മഹാകുടിയനാണ് എന്നുമുള്ള ഒരു ചിന്ത ഒരച്ഛന്റെ മനസ്സിലേക്ക്, അമ്മയുടെ മനസ്സിലേക്ക് വരുമ്പോ അവിടെ കിട്ടിയ ഭർത്താവ് പരമേശ്വരന്റെ പ്രതിനിധിയാകുന്നില്ല. അപ്പൊ പരമേശ്വരന്റെ പ്രതിനിധിയായി മകൾക്കൊരു ഭർത്താവിനെ ലഭിക്കണമെങ്കിൽ അതിന് ചില ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഈ കൊച്ചുകുട്ടി പെൺകുട്ടി ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പെൺകുട്ടികള് ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ള ആളുകൾ ഇതിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ ഭാഗവക്കാകാതെ ഞങ്ങൾ പുരോഗമനവാദികളാണ്, ഞങ്ങൾക്ക് തിരുവാതിരയില്ല, ഞങ്ങൾക്ക് കുറി വരയ്ക്കുന്നതില് ഞങ്ങൾ അത്ര വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല, അതെല്ലാം പഴഞ്ചനാണ് എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് മന്ത്രങ്ങൾക്ക് ഒരു പവിത്രതയുണ്ട്, മന്ത്രത്തിന് പവിത്രതയുണ്ട് എന്ന് പുരാണവും വേദങ്ങളും നമ്മെ പഠിപ്പിച്ചു. പക്ഷേ മന്ത്രങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ വിദേശി ഇപ്പൊ കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് സയൻസിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ്. ആ കണ്ടുപിടുത്തം ഭാരതീയൻ നടത്തിയിരുന്നു, നമ്മുടെ ഭാരതത്തിലെ പ്രഗത്ഭന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ നടത്തിയിരുന്നു. ആ കണ്ടുപിടുത്തം നടത്തിയതിനു ശേഷം വിദേശിക്ക് ബുദ്ധിയുണ്ട്. വിദേശി ആലോചിച്ചു എന്താ പേരിടേണ്ടത്. ഇട്ട പേര് ദൈവകണം എന്നാണ്. ദൈവകണമെന്ന് കണ്ടുപിടുത്തത്തിന് സയൻസിന്റെ പേരിടാൻ തയ്യാറായ ആ വിദേശി തന്നെയാണ് വീണ്ടും ഒരു കണ്ടുപിടുത്തം നടത്തി. എന്താ കണ്ടുപിടുത്തം എന്നറിയുമോ? സ്വിറ്റ്സർലൻഡിലെ ആശുപത്രികളില് ഗർഭാവസ്ഥയിലെത്തുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് നമ്മൾ പറയും ഈ മാസം പുറത്തുനിന്ന് നമ്മുടെ സ്ത്രീ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സഹോദരി അവളെ ഗർഭിണിയായി എന്ന് ടെസ്റ്റിന് തെളിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ അമ്മ പറയും രാത്രിയായാൽ പുറത്തിറങ്ങരുത് പറയും, ഇല്ലേ? ഗർഭിണിയായി കഴിഞ്ഞാൽ അങ്ങനെ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളോടൊക്കെ ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കറിയാം, ഇങ്ങനെ അസമയത്ത് ഇറങ്ങി നടക്കരുത്, രാത്രിയായാൽ പുറത്തിറങ്ങരുത്, പിന്നെ നാമം ജപിക്കണം എന്നൊക്കെ ഒത്തിരി അറിവുള്ള, വലിയ അറിവുള്ളവരല്ല, കുറച്ച് അറിവുള്ള അമ്മമാർ പറയും. അപ്പൊ ചോദിക്കും എന്താ പുറത്തിറങ്ങിയ കുഴപ്പം? അപ്പൊ അവരല്ല വല്ല എന്തെങ്കിലും കണ്ട് പേടിച്ചാലോ. അപ്പൊ എന്തെങ്കിലും കണ്ട് പേടിച്ചാലോ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിന് ചോറ് ഉരുട്ടി കൊടുക്കുമ്പോ തന്നെ കുട്ടി കഴിക്കാതിരുന്ന പറയും കോക്കാച്ചി വരും, അല്ലെങ്കിൽ എന്താ പൂച്ച വന്ന് പിടിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ ചോറ് അകത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ഈ കുട്ടിയുടെ മനസ്സിലേക്ക് ഒരു സയൻസിന്റെ രൂപത്തില് ഒരു ഭയപ്പാട്, ഒരു പേടി കടന്നു വരും. അങ്ങനെ കടന്നു വന്ന കുട്ടി വളർന്നു വലുതാകുമ്പോഴും ഈ പേടി മനസ്സിൽ കിടക്കും. മോർച്ചറിയിലേക്ക് അർദ്ധരാത്രിയിലേക്ക് കടന്നു ചെല്ലാൻ ഏത് സയൻസ് പഠിച്ച ആളാണെങ്കിലും അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർ ചോദിച്ച് വേറൊരാളെ ചെന്ന് പെട്ടെന്ന് ഒരു അനക്കം ഉണ്ടായാൽ ഞെട്ടും. അതൊരു സയൻസാണ്. അപ്പോ അമ്മമാരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ആ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോട്ട് പേടിക്കരുത് മോളെ. എന്തിനാ പറഞ്ഞത്? നല്ല കുട്ടി ഉണ്ടാകാൻ. ആ നല്ല കുട്ടി ഉണ്ടാകാൻ നാമം ജപിക്കണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള ജപമന്ത്രം അത് നമ്മൾ ഉരുക്കഴിക്കുമ്പോ അവിടെ ഓറയുണ്ടാകും. അവിടെ ഓറയുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒരു താതാത്മ്യം ഉണ്ടാകും. 41 ദിവസം ശബരിമലയ്ക്ക് വ്രതം കൊടുത്ത് കറുപ്പ് വസ്ത്രം കൊടുത്ത് സ്വാമിയായി അയ്യനെ കാണാൻ അവിടേക്ക് ചെല്ലുമ്പോ ആ അയ്യപ്പൻ നമ്മളോട് കൂടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ എന്തിനാ അവിടേക്ക് പോകുന്നത്? അവിടെ ചെല്ലുമ്പോ ആ വ്രതശുദ്ധിയോടുകൂടി അവിടെ ഇരിക്കുന്ന നമ്മുടെ അയ്യപ്പന്റെ സന്നിധാനത്തിൽ ചെന്ന് നിൽക്കുന്ന ആളുകളിലേക്ക് അയ്യപ്പനുമായി ഒരു താതാത്മ്യം പ്രാപിക്കൽ ഉണ്ടാകുന്നു. മാത്രവുമല്ല ആ ക്ഷേത്ര ചൈതന്യ രഹസ്യം അവിടെ വർക്കൗട്ട് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. എന്നിട്ട് അവിടെ ചെല്ലുന്ന അയ്യപ്പ ഭക്തനോട് അയ്യൻ പറയുന്നു, അയ്യപ്പൻ പറയുന്നു, അഹം ബ്രഹ്മാസ്മി തത്വമസി എഴുതി വെച്ചിരിക്കുകയാണ് അവിടെ. ഞാൻ ബ്രഹ്മമാകുന്നു, അത് തന്നെയാണ് നീയും എന്നാണ് അയ്യപ്പൻ പറയുന്നത്. അതറിയാനാണ് നമ്മൾ അവിടേക്ക് പോയത്, അയ്യപ്പന്റെ സന്നിധിയിൽ ചെന്ന് നിന്നത്. ഇത് തന്നെയാണ് മന്ത്രാക്ഷരങ്ങൾ മുഴുവൻ. അതാണ് ഉത്തരാദേവിയുടെ ഗർഭാവസ്ഥയിൽ കിടന്നുകൊണ്ട് അഭിമന്യു മന്ത്രാക്ഷരങ്ങൾ പഠിച്ചുവെന്ന് വൈദിക ശ്രേഷ്ഠന്മാരും പുരാണങ്ങളിലെ മുനിമാരും ഋഷിമാരും നമ്മോട് പറഞ്ഞപ്പോ, അത് ലോകരാജ്യങ്ങളോട് പറഞ്ഞപ്പോ, ലോകരാജ്യങ്ങള് അതിന്റെ ചില ഏടുകളൊക്കെ കൊണ്ടുപോയപ്പോ നമ്മളത് സൂക്ഷിച്ച് വെക്കാതിരുന്നപ്പോ ഇന്ന് അമേരിക്കക്കാരൻ പറയുന്നു ഇതാ ഞങ്ങളത് കണ്ടുപിടിച്ചു. സ്വിറ്റ്സർലൻഡിലെ ആളുകൾ പറയുന്നു, അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ഗവേഷകന്മാർ പറയുന്നു ഇതാ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഞങ്ങളുടെ സ്ത്രീകളുടെ എങ്ങനെയാ കണ്ടുപിടിച്ചത്? ഓം എന്നുള്ള ഗായത്രി മന്ത്രം അത് മണിക്കൂറുകൾ ഈ ഗർഭിണിയായ സഹോദരിയെ കേൾപ്പിച്ചതിനു ശേഷം
അവൾ പ്രസവിച്ചിട്ടുള്ള കുഞ്ഞ്, ആ കുഞ്ഞ് നല്ല ജ്ഞാനത്തോടുകൂടി തൃഷ്ണയോടുകൂടി ആ കുട്ടി പഠിച്ചു വളരുന്നത് അമേരിക്കക്കാരൻ കണ്ടെത്തി. ഇത് നമ്മുടെ കയ്യിലുള്ളതല്ലേ? ഇത് ഭാരതീയന്റെ അല്ലേ? നമ്മുടെ കയ്യിലുള്ള സിദ്ധികൾ നളന്ദയിലും തക്ഷശിലയിലും വിക്രമശിലയിലും വാരണാസിയിലും വന്ന് പഠിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങളിൽ നിന്ന് ചെറുപ്പക്കാർ ഇങ്ങോട്ടേക്ക് വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സുൽത്താനേറ്റുകളുടെയും മുഗളന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും കാലഘട്ടത്തില് അത് തീയിട്ട് കത്തിച്ച് നശിപ്പിച്ചു കളഞ്ഞപ്പോ 6 മാസക്കാലം നീണ്ടുനിന്ന് നളന്ദയിലെയും തക്ഷശിലയിലെയും വേദഗ്രന്ഥങ്ങളും നമ്മുടെ ലിഖിതങ്ങളും നമ്മൾ എഴുതി വെച്ചിട്ടുള്ള സൂക്ഷിയിരിപ്പ് ഗ്രന്ഥങ്ങളും കത്തിയമർന്നു പോയി. എന്നിട്ടും ഭാരതം